തമിഴ്നാട് MOU സൈൻ ചെയ്തില്ല. അവർ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി അവർ സുപ്രീം കോടതി പോയി അത് കിട്ടുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണ് അന്നത്തെ പിണറായി ഗവൺമെന്റ് ഈ കോടതി പോയാ സുപ്രീം കോടതി പോയാ കിട്ടും. അപ്പൊ വേണമെങ്കിൽ VD സതീശന് സുപ്രീം കോടതി പോവാം. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ പോവാണ്. വേണം. ടെക്നിക്കലി പിന്മാറാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞാനത് എടുത്തു വെക്കും. ബുധനാഴ്ച വീണ്ടും വസന്തനോട് ഇതേ ചോദ്യം ഉണ്ടാകും. ലീഗലി ടെക്നിക്കലി പിന്മാറാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പിന്മാറുമെന്നുള്ളത് UDFന്റെ മാധ്യമ വക്താവാണ് പറയുന്നത്. വിശ്വസിക്കാമോ? അല്ല, മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ ഒളിച്ചോടാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. സർവേശ്വരൻ ആയുസ് നീട്ടി തന്നാൽ നമുക്ക് അന്നിരിക്കും. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഒരൊറ്റ വരി പോലും താങ്കൾ അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പുതിയ ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ അല്ല, ക്യാപ്സ്യൂൾ വേണ്ട, ഇഞ്ചക്ഷൻ തന്നെ തരാം. ആര്യ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്. അതായത് ഇത്രയും ജയിച്ചിട്ട് ഇന്നലെയാണെന്ന് UDF യോഗം ചേരാൻ പറ്റിയത്. UDF യോഗം ചേരുന്നു, ആദ്യത്തെ ദിവസം തീരുമാനിക്കുകയാണ് ഞങ്ങൾ കണ്ടുപിടിക്കും. UDF എണ്ണി പറയും കേന്ദ്ര സർക്കാരിനോട് ഏതൊക്കെ സ്കൂളുകൾ PM ശ്രീ നടപ്പിലാക്കണമെന്ന്. ശ്രീ വസന്ത് സിറിയക്, അയ്യോ അവരല്ലേ ഒപ്പിട്ടത്, ഞങ്ങളല്ലല്ലോ, ഇതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ വല്ലതുണ്ടോ? അല്ല, ആ ക്യാപ്സ്യൂളുകളെല്ലാം വാരി വിതറുന്നത് CPM തന്നെയാണ്. നോക്കൂ, ഞങ്ങളുടെ ഇടയിൽ പാലമായി പ്രവർത്തിച്ചത് ബ്രിട്ടാസ് ആണ് എന്ന് പാർലമെന്റിനുള്ളിൽ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ന് ഉത്തരം പറഞ്ഞ സഹമന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇനി രണ്ടാമത് CPMനോടൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം. CPMന്റെ നിലപാടെന്താ? PM ശ്രീ നടപ്പിലാക്കണമെന്നാണോ നടപ്പിലാക്കണ്ട എന്നാണോ? നടപ്പിലാക്കണം എന്നാണെങ്കിൽ എന്തിനാണ് അവരിപ്പോൾ ഈ വിരളി പിടിക്കുന്നത്? ഇനി നടപ്പിലാക്കണ്ട എന്നാണെങ്കിൽ എന്തിനാണ് അവർ വിരളി പിടിച്ചതിൽ ഒപ്പിട്ടത്? ഇനി അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു അത്രേ. ഓക്കെ, പറഞ്ഞു. എന്താ അദ്ദേഹം പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് സൈൻ ദ MOU ഓർ വിഡ്രോൺ ഫ്രം ദ സ്കീം. MOUയിൽ നിന്ന് വിഡ്രോൺ ചെയ്യാൻ പറ്റുമെന്നല്ല, സ്കീമിൽ നിന്ന്. PM ശ്രീ സ്കീമും അതുമായി ബന്ധപ്പെട്ട MOUയും രണ്ടും രണ്ടാണ്. പോട്ടെ, ഇനി അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് ടെക്നിക്കലി ഒരു പ്രശ്നമുണ്ട്. ആ MOUയിൽ അതിനൊരു ക്ലോസ് ഉണ്ടാവണം. പറഞ്ഞു ആര്യ, ആര്യ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആര്യയോട് തർക്കിക്കാനില്ലെന്നേ, ഞാൻ അതിൻ്റെ ഉത്തരവാ പറയുന്നത്. അപ്പോൾ MOU ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ അത് പല സംസ്ഥാനങ്ങൾക്കും പലതാണ്. നമ്മുടെ MOUവിന് ഒരു പ്രശ്നമുണ്ട്. ആ MOUവിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ക്ലോസ് നമ്പർ 15, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി DOSCL, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതായത് ME, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ GI റിസർവ്സ് ദ റൈറ്റ് ടു റിസൈൻ, ക്യാൻസൽ ഓർ ടെർമിനേറ്റ് ദ എഗ്രിമെന്റ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ഗിവിംഗ് 30 days നോട്ടീസ്. എന്നിട്ട് ആ MOUവിൻ്റെ അവസാനം 22ാമത്തെ ക്ലോസിൽ വളരെ കൃത്യമായി കേന്ദ്രം ഒപ്പിട്ട, സംസ്ഥാനം ഒപ്പിട്ട, പിണറായി വിജയൻ ഗവൺമെന്റ് ഒപ്പിട്ട MOU പറയുന്നുണ്ട് ഈ MOUവിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നത് ഫസ്റ്റ് പാർട്ടിക്കാണ്. ഈ MOU തുടങ്ങുന്നത് തന്നെ ബിറ്റ്വീൻ ഫസ്റ്റ് പാർട്ടി ആൻഡ് സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റും. കേരളമാണോ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ആദ്യത്തെ സംസ്ഥാനം? അല്ല. ആണോ? അല്ല. അപ്പൊ അത് ബോധ്യമുണ്ട്. ഇത് വായിക്കുമ്പോഴും ഇത് പറയുമ്പോഴും കേരളമല്ല ആ പദ്ധതിയുടെ ഭാഗമായിരുന്ന, രാജ്യത്തിന്റെ വേറൊരു കേരളമല്ലാത്തൊരു സംസ്ഥാനം പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും പിന്മാറിയെന്നും പിന്നീട് ചേർന്നുവെന്നും താങ്കൾക്ക് ബോധ്യമുണ്ട്. അത്രയും മതി. ഇനി ആര്യ നേരത്തെ പറഞ്ഞല്ലോ ജബി മേത്തറിനും നമ്മുടെ അബ്ദുൾ വഹാബിനും നന്ദി, അതുപോലെ ആര്യയ്ക്കും ഒരു നന്ദി ഈ ചോദ്യം ചോദിച്ചതിന്. എന്താണെന്നറിയാമോ? അങ്ങ് ചോദിച്ചു കേരളമാണോ ആദ്യമായിട്ട് പിന്മാറുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിന് പിന്മാറാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ അതിനൊരു ലീഗൽ ടെക്നിക്കാലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറയുന്നതെന്നറിയാമോ? ഈ കേരളവും കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട MOU അല്ലെങ്കിൽ ആ MOUവിൻ്റെ അതേ കോപ്പിയല്ല, കട്ട് ആൻഡ് പേസ്റ്റ് അല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇടുന്നത്. ഇപ്പോൾ തമിഴ്നാട് ആ MOU സൈൻ ചെയ്തില്ല. അവർ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി അവർ സുപ്രീം കോടതി പോയി അത് കിട്ടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് അന്നത്തെ പിണറായി ഗവൺമെന്റ് ഈ കോടതി പോയാ സുപ്രീം കോടതി പോയാൽ കിട്ടും. അപ്പൊ വേണമെങ്കിൽ VD സതീശന് സുപ്രീം കോടതി പോവാം. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ പോവാണ്. വേണം. യെസ്,
ചർച്ചയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വാദമുഖങ്ങൾ. നന്ദിയുണ്ട്. എന്താണെന്ന് അറിയോ, അങ്ങിപ്പോ ചോദിച്ചൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് അല്ലല്ല SSK ഫണ്ട് കിട്ടും എവിടെ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ. എന്നാൽ പിണറായി വിജയനും CPI മന്ത്രിമാർ പോലും അവസാന ഘട്ടത്തിലും ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി അന്നത്തെ സമയത്ത് പല ചാനലുകളിലും എന്നോടൊപ്പവും ഇരുന്ന് പറഞ്ഞത്, ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടത് SSK ഫണ്ട് കിട്ടാനാണ് കേട്ടോ, ഞങ്ങൾ കേന്ദ്രത്തെ പറ്റിച്ചാണല്ലോ, ഞങ്ങൾ മറ്റേ കണ്ണുപൊത്തിക്കളി കളിക്കുകയായിരുന്നു, ഞങ്ങൾ പോയി ഒപ്പിട്ടു, SSK ഫണ്ട് മേടിച്ചു, ഞങ്ങൾ പിന്മാറാൻ നോട്ടീസ് കൊടുത്തു. അപ്പോ അങ്ങനെ ഒപ്പിട്ടില്ലായിരുന്നെങ്കിലും SSK ഫണ്ട് കിട്ടുമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടെങ്കിൽ എന്തിനാണ് അന്ന് PM ശ്രീയിൽ ഇവർ ഒപ്പിട്ടത്? ആര്? LDF ഗവൺമെന്റ് ഒപ്പിട്ടത്. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ സാങ്കേതിക ഒന്നും ചോദിച്ചില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഒരൊറ്റ വരി പോലും താങ്കൾ അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പുതിയ ക്യാപ്സ്യൂളുകൾ നിങ്ങളെ പുതിയ ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടോ? 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ്. നല്ല അടിപൊളി ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷൻ അല്ല, ക്യാപ്സ്യൂൾ വേണ്ട, ഇഞ്ചക്ഷൻ തന്നെ തരാം. എന്താ അത് നോക്കൂ ആര്യാം. ഇവരൊരു MOU സൈൻ ചെയ്തു. അതിന്റെ ആദ്യ 15ാമത്തെ ക്ലോസ് ആണ് ഞാൻ വായിച്ചത്. അതിൽ ഫസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് പിന്മാറാൻ പറ്റുക. അപ്പോൾ ഇനി അതല്ലാതെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MOUന്റെ ടെക്നിക്കാലിറ്റി മാറുന്നില്ല. ഇനി അവരൊപ്പിട്ടു എന്ന് അവർ പറഞ്ഞത് SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അത് അങ്ങനെയല്ലാതെ കിട്ടുമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അവരൊപ്പിട്ടത് SSK ഫണ്ട് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി മൂന്നാമത്, അങ്ങ് 1 മിനിറ്റ് തന്നല്ലോ. മൂന്നാമത് ആര്യ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്. അതായത് ഇത്രയും ജയിച്ചിട്ട് ഇന്നലെയാണെന്ന് UDF യോഗം ചേരാൻ പറ്റിയത്. UDF യോഗം ചേരുന്നു, ആദ്യത്തെ ദിവസം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ കണ്ടുപിടിക്കും, UDF എണ്ണി പറയും കേന്ദ്ര സർക്കാരിനോട് ഏതൊക്കെ സ്കൂളുകൾ PM ശ്രീ നടപ്പിലാക്കണമെന്ന്. പറയാലോ അതിന്റെ അകത്ത് ഇതാ ഞാൻ മറ്റൊരു സാധനം വായിക്കാം. അങ്ങ് ടെക്നിക്കാലിറ്റി പറയേണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഉത്തരം നമ്പർ C കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഉത്തരം നമ്പർ സിയിൽ 4ാമത്തെ പോയിന്റ് കേട്ടോ. ദ സ്റ്റേറ്റ് ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് contextualizing and curriculum as per the state specific needs adhering to the core fundamental principles and constitutional values. ഇത് തന്നെയല്ലേ നിങ്ങളുടെ നമ്മുടെ പഴയ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ കേന്ദ്രത്തിന്റെ പാഠ്യപദ്ധതി കേരളത്തിൽ പഠിപ്പിക്കില്ല, അങ്ങനെ നിർബന്ധം വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകം അടിച്ചിറക്കും എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം എന്താണോ വസന്ത് വായിക്കുന്നത് അതല്ലേ അന്ന് V ശിവൻകുട്ടി പറഞ്ഞത്? മലയാളത്തിലല്ലായിരുന്നു അത്. ഞാൻ കേൾപ്പിക്കണോ? അപ്പൊ ആര്യോട് എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ശിവൻകുട്ടി ആര്യ വേണ്ട, ആര്യ എനിക്കറിയാം, എനിക്ക് ഏതായാലും ശിവൻകുട്ടി സഖാവിനെയും വേണ്ടെന്നേ എനിക്ക് ശിവൻകുട്ടി സഖാവിനെയും നമ്മുടെ ബ്രിജേഷ് അല്ലല്ലോ അദ്ദേഹത്തിന്റെ പേര്, ബ്രിട്ടാസിനെയും, ബ്രിജേഷ് ഇവര് പാലം പണിയാൻ പോയോണ്ട് വന്നതാണ് കേട്ടോ, സോറി. അപ്പൊ ബ്രിട്ടാസിനെ ഒന്നും പോലെ എനിക്ക് ഏതായാലും അൽസിമേഴ്സ് പിടിച്ചിട്ടില്ല ആര്യ. അങ്ങ് കേൾപ്പിക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു LDFും വെച്ചത്. അല്ല ഞാൻ അതിന്റെ ഫൈനൽ ഞങ്ങളുടെ ഡിസിഷൻ പറയാം. അങ്ങ് എത്ര വേണമെന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞേക്കാം. അതായത് LDF ചെയ്തത് ആദ്യം, LDFിന്റെ ക്രോണോളജി 10 സെക്കൻഡ് പറയാം. ആദ്യം പിണറായി വിജയൻ അമിത്ഷായെ കണ്ടു. രണ്ടാമത് ഇവർ അവരിലെ മന്ത്രിമാരെ തോൽപ്പിച്ചു, അവരെ വീട്ടിലിരുത്തി. എന്തുകൊണ്ട് അതിനൊരു ഉത്തരമുണ്ടാവില്ലേ ശ്രീ വസന്ത് സിറിയക്ക്? പറഞ്ഞില്ല. അതായത് LDF ആണോ കേരളം ഭരിക്കുന്നത്? പിണറായി വിജയനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? V ശിവൻകുട്ടിയൊക്കെ തോറ്റ് വീട്ടിലിരിക്കല്ലേ ഇപ്പം? അത് കേരളം അങ്ങനെ തോൽപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അതിലൊരു കാരണമല്ലേ PM ശ്രീ? അങ്ങനെയല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞത്? ഞാൻ ഒരു സാധനം കൂടെ വായിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് റാണി ജോർജ് IAS 2024 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IASന് അയച്ച കത്താണ്. അതായത് ഈ MOU ഒക്കെ സൈൻ ചെയ്യുന്നതിന് 6 മാസം മുമ്പ്. അതിൽ പറയുന്നു, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു DO ലെറ്റർ നമ്പർ, അത് ടെക്നിക്കാലിറ്റിയാണ്, പോട്ടെ. ദ സ്റ്റേറ്റ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എസ്റ്റാബ്ലിഷ്
PM Sri schools in Kerala. In this regard, state level committee headed by Principal Secretary, General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Sri schools will be signed by the state before the academic year of 2024 and 25. അതായത് ഇവർ ഈ MOU സൈൻ ഇടുന്നതിന് മുമ്പേ കേന്ദ്രത്തെ അറിയിച്ചു ഞങ്ങൾ PM ശ്രീക്ക് തയ്യാറാണെന്ന്. റാണി ജോർജ് IAS ലെറ്റർ ആണത്, ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതിനുശേഷം ഇവർ എന്ത് ചെയ്തു? പിണറായി വിജയൻ അത് പിന്നീട് കുറച്ചു നേരത്തേക്ക് ക്യാപ്റ്റൻ അബേൻസി പോയി. അതിനുശേഷം ഒപ്പിട്ട തീയതി ഉണ്ട്, എന്തുകൊണ്ട് ഒപ്പിട്ടു, അതെല്ലാം ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷെ കേരള സർക്കാർ പറയാണ് പറ്റില്ല. അപ്പൊ കേരളം ഭരിക്കുന്നത് ആരാണ്? BJP ആണോ? അല്ല ആര്യ പി, ഞാനൊരു കാര്യം പറയട്ടെ. CPM-കാർ പറഞ്ഞാൽ മതി അവർ ചെയ്ത് തെറ്റായിപ്പോയെന്ന്. ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ ഒപ്പിട്ട് ഇത് നമ്മൾ ഒന്നിൽ തന്നെ എത്തി. അവരൊപ്പിട്ടു എന്നതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ എന്തെങ്കിലും ഉണ്ടോ വസന്തിന്റെ കയ്യിൽ? ഉണ്ട്. എന്ത്? അല്ലെന്നേ, ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. ഞങ്ങളുടെ ഡിസിഷൻ ഇതാണ്. LDF എന്ത് ചെയ്തു? ക്യാപ്റ്റൻ അബേൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തു. നിങ്ങൾ എടുത്തതാ അതിന് പുനർജന്മം കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ അല്ലേ? അല്ല അല്ല, ഒരു പുനർജനവും ഇല്ല. ഞാനൊരു 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. ആ സാധനം അതായത് അതിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പൊ അങ്ങ് ഇടപെടല്ലേ? 10 സെക്കൻഡ് ആര്യ പ്ലീസ്, 10 സെക്കൻഡ്. അതായത് വളരെ കൃത്യമായിട്ട് ഡോക്ടർ വാസുകി IAS-ന്റെ ലെറ്റർ LDF കാലത്ത് എഴുതിയിട്ടുണ്ട്. വി ആർ കെപ്റ്റ് അബേൻസ് ദിസ് പ്രോഗ്രാം അൻടിൽ ദ മിനിസ്റ്റീരിയൽ സബ്കമ്മിറ്റി റിപ്പോർട്ട് കംസ്. കേരളത്തിൽ അവർ തോറ്റു, അവർ വീട്ടിലിരിക്കുകയാണ്, മന്ത്രിമാര് തോറ്റു. അത് അംഗീകരിക്കൂ. നിങ്ങളാണ് ഭരിക്കുന്നത്. VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ലേ? നോ ആര്യ, അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇറ്റ്സെൽഫ് പറയുന്നുണ്ട് ഗവൺമെന്റുകൾ തുടർച്ചയാണ്, അവരുടെ ഡിസിഷനുകൾ, അവരുടെ സെക്രട്ടറിമാർ ഒപ്പിടുന്ന കത്തുകൾ തുടർച്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ക്യാപ്റ്റൻ അബേൻസ് അൻടിൽ ദ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റീസ് റിപ്പോർട്ട് കംസ് എന്നാണ് വാസുകി IAS ലെറ്റർ കൊടുത്തത്. UDF വന്ന ശേഷം എന്താ ചെയ്തേ? ഞങ്ങൾ ആ പഴയ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് എഡ്യൂക്കേഷൻ വകുപ്പിനോട് ചോദിച്ചു. അത് കിട്ടിയിട്ടില്ല. പാർലമെന്ററി വകുപ്പിൽ ചോദിച്ചു, കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? അവർ ചെയ്തതുപോലെ തന്നെ മറ്റൊരു മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് തരട്ടെ. ആ റിപ്പോർട്ട് ഇന്നലത്തെ മന്ത്രിയുടെ വാദം പരിശോധിക്കും. എന്നിട്ട് പിന്മാറാൻ ലീഗലി പറ്റുമെങ്കിൽ, അല്ല എന്റെ പോയിന്റ് ഇതാണ്. അല്ല എന്റെ പോയിന്റ് ആണ്. ഇല്ല, കിട്ടിയ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റി എന്റെ ആര്യ 8 മാസം മുമ്പ് വെച്ച LDF ഒരു മാസമായിട്ടുള്ളൂ ഇവരുടെ വെച്ചിട്ട്. മന്ത്രിതല ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയോ? അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. കിട്ടിയോ? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആര്യ, മന്ത്രിതല ഉപസമിതിയുടെ അല്ലെന്നേ, അത് ബുധനാഴ്ച കിട്ടുമെന്ന്. ബുധനാഴ്ചയാണ് അവസാന യോഗം മന്ത്രിസഭാ ഉപസമിതിയുടെ. ആ സമിതി പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് 8 മാസം വെച്ച അല്ല. അപ്പൊ ഇന്നലെ UDF കൺവീനർ അല്ലല്ല, ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് ഞങ്ങൾ സ്കൂളുകൾ തീരുമാനിക്കാൻ പോവാന്നാണല്ലോ. ഓക്കെ, ഇനി ഞാൻ ഉത്തരം പറയട്ടെ, പറഞ്ഞോട്ടെ. അങ്ങ് ഇടപെടരുത്, 10 സെക്കൻഡ് ഇടപെടരുത്. അതായത് അടൂർ പ്രകാശ് ഇന്നലെ പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇതാ ഈ ചർച്ചയിലിരിക്കുന്ന സമയത്തും എൻ്റെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പോലും എൻ്റെ മനസ്സിലാക്കൽ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 8 മാസം മുമ്പ് വെച്ച സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഒരു സബ് കമ്മിറ്റിയെ വെക്കേണ്ടി വരുന്നത്. ആ സബ് കമ്മിറ്റി അടുത്ത ബുധനാഴ്ച ഫൈനൽ മീറ്റിംഗ് ചേർന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ആ സബ് കമ്മിറ്റി ഇന്നലെ പറഞ്ഞ മന്ത്രിയുടെ വാദമടക്കം പരിഗണിക്കും. എന്നിട്ട് ലീഗലി പിന്മാറാൻ പറ്റുമെങ്കിൽ, ടെക്നിക്കലി പിന്മാറാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞാൻ വായിച്ച വാക്കുകളെ ഞാനത് എടുത്തു വയ്ക്കും. ബുധനാഴ്ച വീണ്ടും വസന്തിനോട് ഇതേ ചോദ്യം ഉണ്ടാകും. ലീഗലി ടെക്നിക്കലി പിന്മാറാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പിന്മാറുമെന്നുള്ളത് UDF-ന്റെ മാധ്യമ വക്താവാണ് പറയുന്നത്. വിശ്വസിക്കാമോ? അല്ല, മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ ഒളിച്ചോടാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. സർവേശ്വരൻ ആയുസ് നീട്ടി തന്നാൽ നമുക്ക് അന്നിരിക്കാം.